ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എന്നിലെ വീട്ടമ്മ ബൈ ആതിര. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനും എൻ്റെ മകളും ഒത്തുള്ള കുറച്ച് സമയങ്ങളാണ്. ചെറിയ മക്കളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് വീട്ടുജോലികൾ ചെയ്യാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ കൊച്ചുകുട്ടികളുമായിട്ട് നമുക്ക് എങ്ങനെ സമയം ചെലവിടാമെന്നും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അവരുമായി നല്ല നല്ല കളികൾ നമുക്ക് കളിക്കാം. ചെറിയ കുട്ടികളുമൊത്ത് എങ്ങനെ വീട്ടുജോലികൾ ചെയ്യാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ബാക്കി ഭാഗമായിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നല്ല ചൂടുള്ള ടൈമാണിപ്പോൾ. അപ്പം നീക്കുട്ടി മേല് കഴുകിയതിന് ശേഷം അവളുടെ കയ്യിലും കാലിലും ലോഷൻ അപ്ലൈ ചെയ്യാണ്. പാവക്കുട്ടിയുടെ ഹായ് മുഖം കാണിക്ക് പാവക്കുട്ടിൻ്റെ. ചിരി സ്മൈൽ പ്ലീസ്. അതെ, ആരെ വിളിക്കണപ്പോ? അപ്പോൾ ഇതൊക്കെ നീക്കുട്ടിയുടെ കുട്ടികളാണ് കേട്ടോ. നീക്കുട്ടി ഇതേ കളിക്കാൻ പോവുകയാണ്. ഡോക്ടർ കളിയാട്ടോ ഞങ്ങളിന്ന് കളിക്കാൻ പോണേ അല്ലേ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഡോക്ടർ സെറ്റാണേ. ഇതിലൊരു ടോണിക്കും തുള്ളിമരുന്നുണ്ട്. ഇത് ഞാൻ നീക്കുട്ടിയുടെ കൂടെ കളിക്കുന്നത് കൊണ്ട് മാത്രം വെച്ചതാണ്. നീക്കുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊന്നും കൊടുക്കില്ല. ഞാൻ ശ്രദ്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് മരുന്ന് വെച്ചത്. എന്താണ്? ആർക്ക്? കുട്ടിക്കോ? അതെ, ഓക്കെ. എവിടെയാ ചൂടുള്ളത്? അതെ, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. കുട്ടിയുടെ പേരൊന്ന് പറയണേ. എന്താ കുട്ടിയുടെ? അതെയോ, നിഹാരിക എന്നാട്ടോ പറഞ്ഞ്. അവളുടെ പേര് തന്നെ കേട്ടോ പറഞ്ഞിരുന്നേ. ഓക്കെ, നിഹാരിക എന്ന് എഴുതി. എത്ര വയസ്സാ കുട്ടിക്ക്? എത്ര വയസ്സാ? 5 വയസ്സല്ലേ? 2 വയസ്സ് കേട്ടോ. ഓക്കെ, 2 വയസ്സാട്ടോ. ഓക്കെ, സൂചി അടിക്കാം. ആദ്യം കുട്ടിയുടെ പനി ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ടെലസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കാം. കുട്ടിക്ക് പനി ഉണ്ടോന്ന് നോക്കട്ടെ കേട്ടോ. പനി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് പനിയുണ്ട്. ആ പനിക്കുള്ള മരുന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഒരു പാരസെറ്റമോൾ എഴുതുന്നുണ്ട്. പാരസെറ്റമോൾ. ഓക്കെ, മരുന്ന് തരാം കേട്ടോ. പാരസെറ്റമോളാണ് ടോണിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതട്ടോ കുട്ടിക്ക് ഈ മരുന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഓക്കെ, കൊടുക്കണം കേട്ടോ മരുന്ന്. ഓക്കെ, കുട്ടിക്ക് സുഖല്ലേ? എന്താ പനിയാണോ? എവിടേക്കാ നീ പോണേ? കുട്ടിനെ തൊട്ട് നോക്കട്ടെ. അയ്യോ, നല്ല ചൂടുണ്ട് കേട്ടോ. ടെമ്പറേച്ചർ നോക്കണം. തെർമോമീറ്റർ എടുക്കട്ടെ കേട്ടോ. ഇതാ കുട്ടിയുടെ ഇവിടെയാണ് വെക്കണ്ടേ. നീ കൈ ഒന്ന് താഴ്ത്തി പിടിക്കൂ. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ പിടിക്കൂ. ഇവിടെ പിടിക്കൂ. അവിടെ പിടിക്കുന്ന. ഓക്കെ ഓക്കെ. പനി ഉണ്ടോന്ന് നോക്കാനാണ് കേട്ടോ. കളിക്കിടെ ഞേക്കുട്ടി പോയിട്ടോ. അവളെന്തോ ഉണ്ട് പറഞ്ഞ് പെട്ടിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി പോയതാണ്. ആള് വരുന്നുണ്ട്. കത്രിക എടുക്കാൻ പോയതാ. എന്നാ ആയിക്കോട്ടെ. കത്രിക തായോ. കിട്ടി. കുട്ടിക്ക് 100 ഡിഗ്രി പനി ഉണ്ട് കേട്ടോ. കുട്ടിന്റെ പേര് പറഞ്ഞേ. അനു. എത്ര വയസ്സാ? 2 വയസ്സാ. ഓക്കെ, ഇപ്പൊ ഇഞ്ചക്ഷൻ എഴുതുന്നുണ്ട് കേട്ടോ. പിന്നെ പാരസെറ്റമോൾ വേണം. ടോണിക്കാണേ. അത് 2 നേരം കൊടുക്കണം കേട്ടോ. ഇഞ്ചക്ഷൻ എടുക്കട്ടെ. മരുന്ന് എടുക്കട്ടെ. ഇഞ്ചക്ഷൻ വെക്കുന്നേ. കുട്ടി കരയുന്നുണ്ട്. അങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. കഴിഞ്ഞോ? അതെ, ഒരു മരുന്നുണ്ട് കേട്ടോ, പാരസെറ്റമോള്. അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ. അല്ല, പാരസെറ്റമോളാട്ടോ മരുന്ന് പനിക്കല്ലേ. അത് കൊടുക്കണം കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കണേ. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 ml കേട്ടോ. ഓക്കെ, ടാറ്റാ. മതി, ഗ്ലാസ്സിലൊക്കെ എടുത്ത് കൊടുത്താൽ മതി.
മതി മതി മതി. മാവയ്ക്ക് മരുന്ന് കൊടുക്കട്ടോ. കൊടുത്തോ മാവയ്ക്ക് മരുന്ന്? ഓക്കെ. ഡോക്ടറാട്ടോ ഇരിക്കുന്നേ. കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്നോട് കുട്ടീനെ കൊണ്ടുവരാനാണ്. അവള് ഡോക്ടർ ആവാന്നോട്ടോ പറഞ്ഞിരിക്കുന്നേ. ബേക്കോ ഗുളിക ഉണ്ടോ? ഇത് ടോണിക്കാണല്ലേ? കുട്ടിക്ക് എപ്പോഴാ കൊടുക്കണ്ട കുട്ടിക്ക്? എപ്പോ? രാത്രി രാവിലാണോ കൊടുക്കണ്ടേ? അതെ. താങ്ക് യു. എന്ത്? ഓക്കെ പോയിക്കോളാട്ടോ. ഡോക്ടർ ഇതേ പഞ്ഞിയിട്ട് കളിക്കുക കേട്ടോ. പഞ്ഞി ഊതി കളിക്കുവാണേ ഡോക്ടർ. എൻ്റെ കരടിക്കുട്ടിക്ക് വൈകി കേട്ടോ. കരടിക്കുട്ടിക്ക് മുറിയായി കാലിന്മേ. മരത്തിന്ന് വീണതാ. എന്താ ചെയ്യാ? ആയിക്കോട്ടെ. കാൽമലാട്ടോ മുറിയായിരിക്കുന്നേ. തുടയ്ക്കുക. അതെ, പഞ്ഞി വെച്ച് തുടയ്ക്കുന്നുണ്ട്. ഡെറ്റോളിട്ട് തുടയ്ക്കാൻ പോവാട്ടോ. അയ്യോ, ഡെറ്റോൾ അങ്ങനെ ഒഴിക്കുക. അതെ, കുട്ടി കരയുന്നുണ്ട്. അതെ, വേദന ഇല്ല? കട്ട് കെട്ടി തുഞ്ഞ നമ്മുടെ കുഞ്ഞേ കരടിക്കുട്ട. എന്താ മരുന്ന? ഗുളികയാണല്ലേ? ഇത് എപ്പോഴാ കൊടുക്കണ്ടേ? രാവിലെ എത്ര ഗുളിക കൊടുക്കണ്ട? ഒന്നോ? ഓ, പോറായാ? അതെ, ഓക്കെ. താങ്ക് യു. ഏകദേശം ടൈം 4:30 ഞേക്കുട്ടിയുടെ അച്ഛൻ പണി കഴിഞ്ഞ് വന്നിരുന്നു. അപ്പം ഞേക്കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് പോവുകയാണ്. ഞേക്കുട്ടി ഇറങ്ങിയതും അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരൊക്കെ കളിക്കാൻ വേണ്ടി പോകുന്നത് കണ്ടു. അപ്പം ഞേക്കുട്ടി അവരുടെ പിന്നാലെ പോയി. ഞേക്കുട്ടി കളിക്കാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ വേഗം തന്നെ ഞേക്കുട്ടിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെച്ചു. പിന്നീട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ജനവാതിലൊക്കെ അടയ്ക്കുകയാണ്. കൊതുക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനവാതിലൊക്കെ അടച്ചു. കർട്ടനൊക്കെ നേരാക്കിയിട്ടു. ഇനി എനിക്ക് ചെയ്യാനുള്ള 2 പണികളാണ്. ഒന്ന് അലക്കാനുണ്ട്. ഞാൻ അധികം വൈകിട്ടാണ് അലക്കാറ് ഇപ്പോൾ. പിന്നെ എനിക്കൊരു പൊതിച്ചോറ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഈ 2 ജോലികളാണ് ഇനിയുള്ളത്. അപ്പോൾ ഞാൻ അലക്കാൻ പോവുകയാണ്. ഞേക്കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു 6 മണി വരെയൊക്കെ ഇരുന്ന് കളിക്കും. എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ള ഇല വാട്ടിയെടുക്കുകയാണ്. ഇതിലേക്കൊരു തക്കാളിക്കറിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. ഈ പൊതിച്ചോറ് എന്തിനു കൂടിയുള്ളതാണെന്ന് ഞാൻ പറയാം. തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ രാത്രി ഭക്ഷണം വിതരണം ചെയ്യുന്ന DYFIയുടെ ഹൃദയപൂർവ്വം പദ്ധതിയാണിത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു പങ്ക് മാറ്റിവെച്ച് അത് പൊതിച്ചോറായി DYFI പ്രവർത്തകർക്ക് നൽകുകയാണ്. ഇവിടെ ജാതി, മതം, വിവിധതരം രാഷ്ട്രീയ പാർട്ടികൾ എന്ന വേർതിരിവില്ലാതെ എല്ലാവരും നമ്മുടെ ഇവിടെ ഒരുപോലെ തന്നെ പൊതിച്ചോറ് തയ്യാറാക്കി മാസത്തിലൊരിക്കൽ ഇവരെ ഏൽപ്പിക്കാറുണ്ട്. എനിക്കിത് വളരെയധികം നല്ലൊരു പദ്ധതിയായിട്ടാണ് തോന്നിയത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.